കോവിഡ് ബാധിതയല്ലാത്ത ആൾക്ക് കോവിഡ് ചികിത്സ നൽകിയതിൽ 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ. എറണാകുളത്തെ മെഡിക്കൽ സെന്റർ ആശുപത്രിക്കും ഡോക്ടർ റോയ് ജോർജിനും എതിരെയാണ് കോടതിയുടെ വിധി. മലപ്പുറം കക്കടാമ്പുയിൽ സ്വദേശികളായ സോജി റെനി ദമ്പതികളാണ് 3 വർഷം നീണ്ട നിയമ പോരാട്ടം നടത്തിയത്. കടുത്ത മാനസിക പ്രയാസവും ആരോഗ്യ പ്രശ്നങ്ങളും നേരിട്ടെന്ന് സോജി 24നോട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. 2020 ഞങ്ങൾ എൻ്റെ വൈഫിനൊരു കിഡ്നി സംബന്ധമായ ചെറിയ പ്രശ്നമായിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയത്. അന്ന് കോവിഡിൻ്റെ പീക്ക് ടൈമാണ്. കാഷ്വാലിറ്റിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ ഡോക്ടർ പറയുന്നത് ഇത് അക്യൂട്ട് കോവിഡ് കേസാണ്, നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി ICUവിൽ കയറണം എന്നാണ് പറയുന്നത്. RT-PCR റിസൾട്ട് വന്ന് കൺഫേം ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാവുന്നുള്ള റിക്വസ്റ്റിലാണ് ഞാൻ ആളെ ഹോസ്പിറ്റലിലേക്ക് വിട്ടുകൊടുക്കുന്നത്. RT-PCRൻ്റെ റിസൾട്ട് വന്ന് ഞങ്ങൾ 3 പേരും നെഗറ്റീവാണ്. ഡോക്ടർക്ക് മെയിൻലി എന്തോ ഒരു ഉദ്ദേശമുള്ള മാതിരിയാണ് അയാൾ സംസാരിക്കുന്നത്. അവർ ആദ്യം തന്നെ കോവിഡ് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തു തുടങ്ങിയിരുന്നു. പിറ്റേ ദിവസം RT-PCR നെഗറ്റീവ് വന്നപ്പോൾ ശേഷവും വീണ്ടും ഈ കോവിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് അവർ കണ്ടിന്യൂ ചെയ്യേണ്ടത്. അങ്ങനെ വൈഫ് വിചാരിക്കുന്നത് ഞാൻ കോവിഡ് പേഷ്യൻ്റാണ്, ഞാൻ എപ്പോൾ വേണമെങ്കിലും മരിക്കും എന്നുള്ള കണ്ടീഷനാണ് വൈഫ് ഇരിക്കുന്നത്. കാരണം മറ്റ് പേഷ്യൻസൊക്കെ മരിക്കുന്നത് കാണുകയും ചെയ്യുകയാണ്. ഇനി ആരും ഒരു ഡോക്ടേഴ്സും ഇതുപോലെയുള്ള അനീതി പ്രവർത്തിക്കരുത്, ഇതുപോലെയുള്ള കാര്യങ്ങൾ അധാർമികമായ കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഞങ്ങളിത് കേസിന് പോവുകയും ഇത് ഇവിടം വരെ എത്തിക്കുകയും ചെയ്തത്. മലപ്പുറത്ത് നിന്ന് ബിപിൻ സി വിജയൻ ചേരുന്നു. ബിപിൻ സി വിജയൻ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ വിശദാംശങ്ങൾ. താങ്ക് യു SKN. ഇത് കോവിഡ് രൂക്ഷമായിരുന്ന 2021 മെയ്യിലാണ് ഈ സംഭവം നടക്കുന്നത്. എറണാകുളത്തെ ആശുപത്രിയിൽ അങ്ങനെ സോജിയെ പ്രവേശിപ്പിക്കുന്നു. ഈ പ്രവേശിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം ആന്റിജൻ ടെസ്റ്റാണ് എടുക്കുന്നത്. ആന്റിജൻ ടെസ്റ്റ് എടുത്തപ്പോൾ അതിൽ കോവിഡ് ഉണ്ടെന്നോ ഇല്ലെന്നോ ഇല്ലാത്തൊരു റിസൾട്ടാണ് വന്നത്. ഉടൻ തന്നെ അവിടെ അഡ്മിറ്റ് ആക്കുന്നു. പിന്നീട് RT-PCR എടുത്തു. ഈ RT-PCRന്റെ ഫലം നെഗറ്റീവ് ആയിരുന്നു എന്നുണ്ടെങ്കിലും ഇത് രോഗിയോട് പറയുന്നില്ല. അങ്ങനെ ICUവിൽ പ്രവേശിപ്പിക്കുന്നു. 2 ദിവസം കഴിഞ്ഞിട്ടും ഇതേ ചികിത്സയാണ് നൽകുന്നത്. അപ്പോൾ കിഡ്നി സംബന്ധമായ അസുഖമുണ്ട് എന്നുള്ളത് ഈ ഭർത്താവ് ആശുപത്രിയെ അറിയിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ എന്നിട്ടും ഈ കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സയാണ് നൽകിയത്. അതിനുശേഷം അവിടുന്ന് നിർബന്ധപൂർവ്വം ഇവർ ഡിസ്ചാർജ് വാങ്ങി മറ്റാശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. അത് ആ ഡിസ്ചാർജ് സമ്മറിയിലാണ് ഒരു കിഡ്നി സംബന്ധമായ അസുഖമുള്ള ഒരാൾക്ക് ഒരിക്കലും കൊടുക്കാൻ പാടില്ലാത്ത, എന്നാൽ കോവിഡ് രോഗികൾക്ക് വലിയ ഗുരുതരമായിട്ടുള്ള ഒരു കോവിഡ് രോഗിക്ക് കൊടുക്കാവുന്ന മരുന്നുകളാണ് ആ ദിവസങ്ങളിലൊക്കെ കൊടുത്തത് എന്നുള്ളത് ഈ ഡിസ്ചാർജ് സമ്മറിയിലൂടെയാണ് ഈ കുടുംബം മനസ്സിലാക്കുന്നത്. ശേഷം ഇവർ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി അയച്ചെന്നു. അങ്ങനെ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡോക്ടർമാരുടെ ഒരു ടീമിനെ, ഒരു കമ്മീഷനെ വയ്ക്കുകയും ഇത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ അങ്ങനെ ഒരു പരിശോധനയിലും ഇവർ ഈ പരിശോധനയ്ക്ക് വന്ന അസിസ്റ്റന്റ് DMO പറഞ്ഞിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് മറ്റൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ കേസും കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ചോദിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ റോജിയും റെനിയും പറയുന്നത്. അപ്പോൾ അവിടെ നിന്നും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിൽ നിന്നും ഒരു നീതി ലഭിച്ചില്ല. ഇങ്ങനെ നീതി ലഭിക്കാത്തതിനെ തുടർന്ന് ജില്ലാ ഉപഭോക്തൃ കമ്മീഷനെ സമീപിക്കുകയും ഇവർ ഈ കാര്യങ്ങൾ പറയുകയുമായിരുന്നു. അപ്പോൾ ഇതിൽ ആശുപത്രിയുടെ ഒരു വാദമുള്ളത് പ്രോട്ടോകോൾ പ്രകാരമാണ് മാത്രമാണ് നോക്കിയിട്ടുള്ളത്. കോവിഡ് സംശയം ഉള്ളതുകൊണ്ട് ആ രീതിയിലുള്ള മരുന്നുകൾ കൊടുത്തു എന്നുള്ളതാണ്. എന്നാൽ ലോകാരോഗ്യ സംഘടന പോലും ജാഗ്രതയോടെ മാത്രം കോവിഡ് സമയത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരുന്ന് ഒരു കോവിഡും ഇല്ലാത്തൊരു രോഗിക്ക് കൊടുത്തത് മെഡിക്കൽ എത്തിക്സിന് പോലും എതിരാണ് എന്നുള്ളത് ഈ കമ്മീഷൻ നിരീക്ഷിച്ചു. ഇതേ തുടർന്നാണ് ഇപ്പോൾ 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും ഈ കോടതിയുടെ ചിലവിനായി 25,000 രൂപ നൽകാനും വിധിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ കിഡ്നി സംബന്ധമായ അസുഖം കൂടാനും ഇത് ഇടവരുത്തി എന്നുള്ള ഒരു വിലയിരുത്തൽ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോഴും ആ രോഗവുമായി ബന്ധപ്പെട്ട അവർ ചികിത്സയിൽ തുടരുകയാണ്. അപ്പോൾ കോവിഡിന്റെ പേരിൽ കോവിഡ് ഇല്ലാത്തൊരു രോഗിക്ക് ആ ചികിത്സ നൽകിയതിൽ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച സംഭവിച്ചു എന്ന് ഡോക്ടർക്കും ആശുപത്രിക്കും സംഭവിച്ചു എന്നുള്ളതാണ് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്. ബിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്.